ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നഴ്സസ് ഹബിൻ്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത് എന്താണ് ബോഡി ടെമ്പറേച്ചർ, നോർമൽ ബോഡി ടെമ്പറേച്ചർ എത്രയാണ്, നമ്മുടെ ബോഡി ടെമ്പറേച്ചർ റെഗുലേഷൻ എങ്ങനെയാണ്, ഏതൊക്കെ രീതിയിലാണ് നമ്മുടെ ശരീരത്തിൽ ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്, എന്തൊക്കെ രീതിയിൽ ഹീറ്റ് ലോസ് ആകുന്നുണ്ട്, ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ മെയിനായിട്ടും കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തത്. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബോഡി ടെമ്പറേച്ചർ എലിവേറ്റ് ആയിക്കഴിഞ്ഞാൽ ആ അവസ്ഥ എന്തെന്ന് പറയുന്നു? ഫീവർ അല്ലെങ്കിൽ പൈറക്സിയ എന്ന് പറയുന്നു. അപ്പോൾ ആ ഫീവർ അല്ലെങ്കിൽ പൈറക്സിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഇനി നമുക്ക് എന്താണ് ഫീവറിൻ്റെ ഡെഫിനിഷൻ എന്ന് നോക്കാം. ഫീവർ ഈസ് ആൻ എലിവേഷൻ ഓഫ് ബോഡി ടെമ്പറേച്ചർ ദാറ്റ് എക്സീഡ് നോർമലി ഡെയിലി വേരിയേഷൻ ആൻഡ് ഒക്കേഴ്സ് ഇൻ കൺജഷൻ വിത്ത് ആൻ ഇൻക്രീസ് ഇൻ ദ ഹൈപ്പോതലാമിക് സെറ്റ് പോയിൻറ്റ്. വേറെ ഒന്നുമല്ല, സിംപ്ലി നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എപ്പോഴാണോ 99 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളും എലിവേറ്റഡ് ആകുന്നത് ആ ഒരു അവസ്ഥയാണ് പൈറക്സിയ അല്ലെങ്കിൽ ഫീവർ എന്ന് പറയുന്നത്. ഇനി നമ്മൾ സെൽഷ്യസിൽ പറയുകയാണെങ്കിൽ 37.2 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എപ്പോഴാണോ നമ്മുടെ ബോഡി ടെമ്പറേച്ചർ എലിവേറ്റഡ് ആകുന്നത് അല്ലെങ്കിൽ റൈസ് ചെയ്യുന്നത് ആ ഒരു അവസ്ഥയാണ് നമ്മൾ ഫീവർ എന്ന് പറയുന്നത്. ഇത് ഒരിക്കലും ഒരു ഡിസീസ് കണ്ടീഷനല്ല. ഇത് ചില ഡിസീസ് കണ്ടീഷൻസിൻ്റെ ഒരു സിംറ്റം മാത്രമായിട്ടാണ് ആക്ട് ചെയ്യുന്നത്. ഇനി നമുക്ക് എന്തൊക്കെയാണ് ഫീവറിൻ്റെ കോസസ് എന്ന് നോക്കാം. ഫസ്റ്റ് ആൻഡ് മോസ്റ്റ് കോമൺ കോസ് എന്ന് പറയുന്നത് ഇൻഫെക്ഷൻ ആണ്. അതുപോലെ തന്നെയാണ് ഇൻഫ്ലമേഷൻ. ഇൻഫ്ലമേഷൻ പറയുമ്പോൾ അത് MI ആകാം, അല്ലെങ്കിൽ പൾമണറി എംബോളിസം ആകാം, പോളിട്രോമ ആകാം, അതുമല്ലെങ്കിൽ പോസ്റ്റ് ഓപ്പറേറ്റീവ് പീരീഡോ പാൻക്രിയാറ്റൈറ്റിസോ ഒക്കെ തന്നെ ആകാം. ഇനി അടുത്തത് എന്ന് പറയുന്നത് കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ആണ്. സർട്ടൻ കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് ഫീവറിനെ കോൺട്രിബ്യൂട്ട് ചെയ്യുന്ന ഒരു കോസായിട്ട് ആക്ട് ചെയ്യുന്നു. അതിൽ ആദ്യമുള്ളത് SLE ആണ്. SLE എന്ന് പറയുമ്പോൾ സിസ്റ്റമിക് ലൂപ്പസ് എരിത്തമെറ്റോസിസ് എന്നാണ് പറയുന്നത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ക്രോണിക് ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്, ക്യാരക്ടറൈസ്ഡ് ബൈ പ്രൊഡക്ഷൻ ഓഫ് അൺയൂഷ്വൽ ആൻറ്റിബോഡീസ് ഇൻ ദ ബ്ലഡ്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മിസ്റ്റേക്കൻലി നമ്മുടെ ഹെൽത്തി ടിഷ്യൂസിനെ അറ്റാക്ക് ചെയ്യുന്നു. ഇത് നമ്മുടെ ജോയിൻസ് അല്ലെങ്കിൽ സ്കിന്ന്, കിഡ്നി, ബ്രെയിൻ എന്നീ ഓർഗൻസിനെയൊക്കെയാണ് മെയിനായിട്ടും അഫക്റ്റ് ചെയ്യുന്നത്. ഇനി കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡറിൽ മറ്റൊന്നാണ് GCA, അതായത് ജയന്റ് സെൽ ആർട്ടീറൈറ്റിസ്. ഇറ്റ് ഈസ് എ ടൈപ്പ് ഓഫ് വാസ്കുലൈറ്റിസ് ആൻഡ് ഇൻഫ്ലമേറ്ററി കണ്ടീഷൻ ദാറ്റ് അഫക്റ്റ് ലാർജ് ബ്ലഡ് വെസൽസ്. ലാർജ് ബ്ലഡ് വെസൽസിന് ഇൻഫ്ലമേഷൻ ഉണ്ടാകുന്നതിനെയാണ് GCA എന്ന് പറയുന്നത്. അടുത്തത് പോളി ആർട്ടീറൈറ്റിസ് നൊഡോസ. ഇത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സിസ്റ്റമിക് ഇൻഫ്ലമേഷനാണ്. ഇവിടെ സംഭവിക്കുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ആർട്ടറീസിനെയാണ് അഫക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഡിഫറെൻറ്റ് ബോഡി ഓർഗൻസിലോട്ടുള്ള ഓക്സിജനേഷനെ പ്രിവെൻറ്റ് ചെയ്യുന്നു. പിന്നെയുള്ളത് റുമാറ്റിക് ഫീവറാണ്. റുമാറ്റിക് ഫീവറിനും ഒരു ഫീവറിൻ്റെ കോസായിട്ട് ആക്ട് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് വൺ വാഗണേഴ്സ് ഡിസീസ്. ഇതൊരു ഓട്ടോ ഇമ്മ്യൂൺ ഡിസോർഡർ ആണ്. ഇവിടെ സംഭവിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്മോൾ ആൻഡ് മീഡിയം സൈസ്ഡ് ബ്ലഡ് വെസൽസിന് ഇൻഫ്ലമേഷൻ സംഭവിക്കുകയും നെക്രോട്ടൈസിങ് ചെയ്യുന്നതിനുമായ ഒരവസ്ഥയാണിത്. ഇനി ഫീവറിൻ്റെ മറ്റു കാരണമാണ് ക്യാൻസർ. ക്യാൻസറിൽ പ്രധാനമായിട്ടുമുള്ളത് ഹെപ്പാറ്റോ സെല്ലുലാർ കാർസിനോമയാണ്, HCC. ഇത് ലിവർ സിറോസിസ് അസോസിയേറ്റഡ് ആയിട്ടുള്ളൊരു കാർസിനോമയാണ്. അടുത്തത് RCC, റീനൽ സെൽ കാർസിനോമ. ഇതിനെ ഹൈപ്പർ നെഫ്രോമയെന്നോ അല്ലെങ്കിൽ അഡിനോ കാർസിനോമയോ എന്ന് അറിയപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ ലുക്കീമിയ, ലിംഫോമ എന്നീ കണ്ടീഷനുകളിലും ഫീവർ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സർട്ടൻ ഡ്രഗ്സും ഫീവറിൻ്റെ ഒരു കോൺട്രിബ്യൂട്ടിംഗ് ഫാക്ടറാണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ടൈപ്പ് ഓഫ് ബോഡി ടെമ്പറേച്ചർ ആണ്. പ്രധാനമായിട്ടും 2 ടൈപ്പ് ബോഡി ടെമ്പറേച്ചർ ആണുള്ളത്. ഫസ്റ്റ് വൺ സർഫസ് ബോഡി ടെമ്പറേച്ചർ ആൻഡ് സെക്കൻഡ് വൺ ഈസ് കോർ ടെമ്പറേച്ചർ. സർഫസ് ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ്റ്റേണൽ ടിഷ്യൂസിലെ ടെമ്പറേച്ചർ അസസ് ചെയ്യുന്നതിനെയാണ് സർഫസ് ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ സ്കിന്നാകാം അല്ലെങ്കിൽ സബ്ക്യൂട്ടേനിയസ് ടിഷ്യൂസ് ആകാം. എന്നാൽ കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻറ്റേർണൽ ബോഡി ടിഷ്യൂസിലെ ടെമ്പറേച്ചറിനെ അസസ് ചെയ്യുന്നതിനാണ് കോർ ബോഡി ടെമ്പറേച്ചർ എന്ന് പറയുന്നത്. ഇത് ഒന്നുകിൽ റെക്റ്റം ആകാം, അല്ലെങ്കിൽ ടിംപാനിക് മെംബ്രെയിൻ ആകാം, അല്ലെങ്കിൽ ഈസോഫാഗസ്, പൾമണറി ആർട്ടറി, അല്ലെങ്കിൽ യൂറിനറി ബ്ലാഡർ വഴിയൊക്കെ ആകാം. നമുക്ക് ഫീവർ നമ്മുടെ ബോഡി സിസ്റ്റത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. ഫസ്റ്റ് വൺ റെസ്പിറേറ്ററി സിസ്റ്റം. റെസ്പിറേറ്ററി സിസ്റ്റത്തിലാണെങ്കിൽ പേഷ്യൻറ്റിന് ഷാലോ ആൻഡ് റാപ്പിഡ് ബ്രീത്തിങ് പ്രസൻ്റ് ആയിരിക്കും. നെക്സ്റ്റ് സർക്കുലേറ്ററി സിസ്റ്റം. സർക്കുലേറ്ററി സിസ്റ്റത്തിൽ മെയിനായിട്ടും പൾസ് റേറ്റ് കൂടുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 ഡിഗ്രി സെൻറ്റിഗ്രേഡ് ടെമ്പറേച്ചർ എലിവേറ്റഡ് ആകുമ്പോൾ ഓട്ടോമാറ്റിക് പൾസ് റേറ്റും 10 ബീറ്റ്സ് കൂടുന്നുണ്ട്.
അതുപോലെ തന്നെ പേഷ്യൻറ്റിന് പാൽപിറ്റേഷനും എക്സ്പീരിയൻസ് ചെയ്യുന്നു. നെക്സ്റ്റ് അലിമെൻ്ററി സിസ്റ്റത്തിൽ ഡ്രൈ മൗത്ത്, കോട്ടഡ് ടങ്, ലോസ് ഓഫ് ആപ്പിറ്റേറ്റ്, ഇൻഡൈജഷൻ, നോസിയ, വൊമിറ്റിംഗ്, സംടൈംസ് കോൺസ്റ്റിപ്പേഷൻ ഓർ ഡയറിയ മേ ബി പ്രസൻറ്റ്. ഇനി യൂറിനറി സിസ്റ്റത്തെ എങ്ങനെ അഫക്റ്റ് ചെയ്യുന്നു എന്ന് നോക്കാം. യൂറിനറി സിസ്റ്റത്തിൽ യൂറിനറി ഔട്ട്പുട്ട് കുറവായിരിക്കും, ബേണിംഗ് മിച്ചുറേഷൻ ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഹൈ കളേർഡ് യൂറിനും ആയിരിക്കും. ഫീവർ ഉണ്ടാകുന്ന പേഷ്യൻ്റ് ഹൈലി ഡീഹൈഡ്രേറ്റഡ് ആയിരിക്കും. അതുകൊണ്ട് തന്നെയാണ് ഈ യൂറിൻ ഔട്ട്പുട്ട് കുറയുന്നത്. യൂറിൻ ഔട്ട്പുട്ട് കുറയുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും പോകുന്ന യൂറിൻ്റെ കളർ ഹൈ കളേർഡ് ആയിരിക്കും. അടുത്തത് നെർവസ് സിസ്റ്റത്തിലാണെങ്കിൽ ഹെഡേക്ക് ഉണ്ടായിരിക്കാം, റെസ്റ്റ്ലെസ്നെസ് ആയിരിക്കാം, ഇറിറ്റബിൾ ആയിരിക്കാം, ഇൻസോംനിയ ഉണ്ടായിരിക്കാം, ചില സമയങ്ങളിൽ കൺവൾഷനോ അല്ലെങ്കിൽ ഡെലീറിയമോ ഒക്കെ പ്രസൻ്റ് ആയിരിക്കാം. ഇനി മസ്കുലോസ്കെലറ്റൽ സിസ്റ്റം ആണെങ്കിൽ മലൈസ് ഉണ്ടായിരിക്കാം, പേഷ്യൻറ്റിന് ഫറ്റീഗ് ആയിരിക്കാം, ബോഡി പെയിൻ ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ജോയിൻറ്റ് പെയിനും പ്രസൻ്റ് ആയിരിക്കും. ഈ ഇൻഡഗുമെൻ്ററി സിസ്റ്റത്തിൻ്റെ കാര്യം പറയുമ്പോൾ നേരത്തെ പറഞ്ഞു പേഷ്യൻറ്റിന് ഹെവി സ്വെറ്റിങ് കാരണവും ഡീഹൈഡ്രേഷൻ ഉണ്ടാവാം. അപ്പോൾ ഇൻഡഗുമെൻ്ററി സിസ്റ്റത്തിൽ ഹെവി സ്വെറ്റിംഗ് ഉണ്ടായിരിക്കും, ഗൂസ് ഫ്ലഷ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ ഷിവറിങ്ങും പേഷ്യൻറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. നമുക്ക് സ്റ്റേജസ് ഓഫ് ഫീവർ എന്താണെന്ന് നോക്കാം. മെയിനായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ പ്രഡ്രോം സ്റ്റേജ്, സെക്കൻഡ് വൺ ടെമ്പറേച്ചർ റൈസസ്, തേർഡ് വൺ ഫ്ലഷ് ആൻഡ് ഫോർത്ത് വൺ ഈസ് ഡിഫർവെസൻസ്. ഫസ്റ്റ് സ്റ്റേജായ പ്രൊഡ്രോം സ്റ്റേജിൽ എന്തൊക്കെയാണെന്ന് നോക്കാം. മെയിനായിട്ടും നോൺ സ്പെസിഫിക് കംപ്ലയിൻസ് ആയിരിക്കും പേഷ്യൻസിന് ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ മൈൽഡ് ഹെഡേക്ക് ഉണ്ടായിരിക്കാം, ഫറ്റീഗ് ഉണ്ടായിരിക്കാം, ജനറലൈസ്ഡ് മലൈസ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ ബോഡി ഏക്കും പേഷ്യൻസിന് ഉണ്ടായിരിക്കാം. ഇനി അടുത്ത ടെമ്പറേച്ചർ റൈസസ് സ്റ്റേജാണ്. അവിടെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനറലൈസ്ഡ് ഷേക്കിംഗ് വിത്ത് ചിൽസ് പേഷ്യൻസിനെ എക്സ്പീരിയൻസ് ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ എപ്പോഴും ബീയിങ് കോൾഡ്, തണുപ്പ് എന്നുള്ളൊരു ഫീലിംഗ് പേഷ്യൻറ്റിന് എക്സ്പീരിയൻസ് ചെയ്യുന്നു. ദെൻ പൈലോ ഇറക്ഷൻ മീൻസ് ഇറക്ഷൻ ഓഫ് ഹെയർ ഓഫ് ദ സ്കിൻ. നെക്സ്റ്റ് വാസോ കൺസ്ട്രക്ഷൻ നടക്കുന്നത് ഈ സെക്കൻഡ് സ്റ്റേജിലാണ്. അതുപോലെ തന്നെ സ്കിൻ ടേൺ ടു പെയിൽ. ഇനി തേർഡ് സ്റ്റേജാണ് ഫ്ലഷ്. അവിടെ നടക്കുന്നത് ക്യൂട്ടേനിയസ് വാസോ ഡൈലേഷനും അതുപോലെ തന്നെ സ്കിന്നിൽ നമ്മൾ തൊട്ട് നോക്കുമ്പോഴത്തേക്ക് വാം ടു ടച്ചും ആയിരിക്കും. ഇനി ഫോർത്ത് സ്റ്റേജ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫർവെസൻസ് ആണ്. ആ സ്റ്റേജിലാണ് ഇനിഷ്യേഷൻ ഓഫ് സ്വെറ്റിങ് ഉണ്ടാകുന്നത്. ഈ 4 സ്റ്റേജാണ് മെയിനായിട്ട് ഫീവറിൻ്റെ സ്റ്റേജസ് ആയിട്ട് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമുക്ക് ടൈപ്സ് ഓഫ് ഫീവർ എന്താണെന്ന് നോക്കാം. ഫീവറിൻ്റെ ടെർമിനോളജീസ് ചേഞ്ച് ചെയ്യുന്നത് അതിൻ്റെ ഫേസസിനെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ടാണ്. ഫസ്റ്റ് വൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൺസെറ്റ് ഓർ ഇൻവേർഷൻ ഫീവർ എന്ന് പറയും. ഇവിടെ ടെമ്പറേച്ചർ റൈസ് ചെയ്യുന്നത് ഒന്നുകിൽ ഗ്രാജുവലി ആയിരിക്കാം അല്ലെങ്കിൽ സഡൻലി ആയിരിക്കാം. ഗ്രാജുവലി മീൻസ് സ്ലോ പ്രോസസ്സിലൂടെ ടെമ്പറേച്ചർ റൈസ് ആകുന്നു. ഇനി അടുത്തത് ഫസ്റ്റീജിയം ഓർ സ്റ്റേഡിയം. ഇവിടെ ടെമ്പറേച്ചർ മാക്സിമം ലെവലിലെത്തുകയും എന്നിട്ട് കുറച്ച് പീരീഡ് ആ മാക്സിമം ലെവൽ തന്നെ ഇങ്ങനെ മെയിൻറ്റെയിൻ ചെയ്തുകൊണ്ടേയിരിക്കും. ഇതിനെയാണ് ഫസ്റ്റീജിയം ഓർ സ്റ്റേഡിയം എന്ന് പറയുന്നത്. ഇനി ഡിഫർവെസൻസ് ഓർ ഡിക്ലൈൻ വരുമ്പോഴത്തേക്ക് അവിടെ ടെമ്പറേച്ചർ എലിവേറ്റഡ് ആയിട്ടുള്ള ടെമ്പറേച്ചർ നോർമലിലോട്ട് വരുന്നുണ്ട്. നോർമലിലോട്ട് വരുന്നത് ചിലപ്പോൾ സഡൻലി ആയിരിക്കാം അല്ലെങ്കിൽ ഗ്രാജുവലി ആയിരിക്കാം. സഡൻലി ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരുവാണെങ്കിൽ അതിനെ ക്രൈസിസ് എന്നും ഗ്രാജുവലി വരികയാണെങ്കിൽ അതിനെ ലൈസിസ് എന്നും പറയുന്നുണ്ട്. ഇനി ക്രൈസിസ് എന്താണെന്ന് നോക്കാം. ക്രൈസിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈസ് എ സഡൻ റിട്ടേൺ ഓഫ് നോർമൽ ടെമ്പറേച്ചർ ഫ്രം വെരി ഹൈ ടെമ്പറേച്ചർ. വെരി ഹൈ ടെമ്പറേച്ചറിൽ നിന്ന് സഡൻ ആയിട്ട് നോർമൽ ടെമ്പറേച്ചറിലോട്ട് വരുന്നതിനെയാണ് ക്രൈസിസ് എന്ന് പറയുന്നത്. ഇനി ഈ ക്രൈസിസ് മെയിനായിട്ടും 2 ടൈപ്പ് ഉണ്ട്. ട്രൂ ക്രൈസിസും ഉണ്ട്, ഫോൾസ് ക്രൈസിസും ഉണ്ട്. ട്രൂ ക്രൈസിസിലാവുമ്പോഴത്തേക്ക് സഡൻ റിട്ടേൺ ടു നോർമൽ ടെമ്പറേച്ചർ ആണെങ്കിലും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ ഇമ്പ്രൂവ്മെൻ്റ് ഉണ്ടായിരിക്കും. എന്നാൽ ഫോൾസ് ക്രൈസിസിലാകുമ്പോഴത്തേക്ക് ആ ഒരു നോർമൽ ടെമ്പറേച്ചറിലോട്ട് വന്നു കഴിഞ്ഞിരുന്നാലും പേഷ്യൻറ്റിൻ്റെ കണ്ടീഷനിൽ പ്രത്യേകിച്ച് ഇമ്പ്രൂവ്മെൻ്റ് ഒന്നും തന്നെ കാണത്തില്ല. ഇതാണ് ട്രൂ ക്രൈസിസും ഫോൾസ് ക്രൈസിസും. ഇനി അടുത്തത് നമുക്ക് ലൈസിസ് എന്താണെന്ന് നോക്കാം. ലൈസിസിലാവുമ്പോൾ ടെമ്പറേച്ചർ ഫോളോ ചെയ്യുന്നത് ഒരു സിക്സാക് മാനറിലായിരിക്കും. അതായത് ഇങ്ങനെ കൂടിയും കുറഞ്ഞു നിൽക്കും ടെമ്പറേച്ചർ. ഒരു 2 to 3 ഡേയ്സ് ഇങ്ങനെ തന്നെ പൊയ്ക്കൊണ്ടിരിക്കും. അവസാനം നോർമലിലോട്ട് എത്തുന്ന സമയത്ത് പേഷ്യൻറ്റിൻ്റെ മാനിഫെസ്റ്റേഷൻസ് കംപ്ലീറ്റ് ഡിസപ്പിയർഡ് ആകും. ഇതിനെയാണ് ലൈസിസ് എന്ന് പറയുന്നത്. അടുത്തത് കോൺസ്റ്റൻറ്റ് ഓർ കണ്ടിന്യൂസ് ഫീവർ ആണ്. ഇവിടെ മോർണിംഗിലെയും ഈവനിങ്ങിലെയും ടെമ്പറേച്ചർ തമ്മിലുള്ള വേരിയേഷൻ എടുത്ത് അല്ലെങ്കിൽ വ്യത്യാസം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഒരിക്കലും 2 ഡിഗ്രിയുടെ ഒരു വ്യത്യാസം അവിടെ വരത്തില്ല. ഇനി റെമിറ്റൻ ഫീവർ ആകുമ്പോഴത്തേക്ക് ഇവിടെ മോർണിംഗിലെയും ഈവനിങ്ങിലെയും വേരിയേഷൻസ് എടുത്ത് നോക്കുമ്പോഴത്തേക്ക് ഗ്രേറ്റർ ദാൻ 2 ഡിഗ്രിയുടെ ആ ഒരു ഡിഫറൻസ് നമുക്ക് ഫീൽ ചെയ്യും. ഇനി ഇൻ്റർമീഡിയറ്റ് ഫീവർ എന്നു പറഞ്ഞു കഴിഞ്ഞാൽ നോർമലിൽ നിന്നോ സബ് നോർമലിൽ നിന്നോ ടെമ്പറേച്ചർ ഹൈ ആകുന്നു, എന്നിട്ട് കുറച്ചൊരു ഇൻ്റർവെല്ല് കഴിയുമ്പോഴത്തേക്ക് ഒരു 3 ഡേയ്സ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അത് നോർമലിലോട്ട് എത്തുന്നുണ്ട്. ഈ ടൈപ്പ് ഫീവറിൽ കൂടുതലും ഈവനിങ്ങിലായിരിക്കും ടെമ്പറേച്ചർ റൈസ് ആകുന്നത്.
ഇനി നമുക്ക് ഇൻവേഴ്സ് ഫീവർ എന്താണെന്ന് നോക്കാം. ഇൻവേഴ്സ് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഹൈ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് മോർണിംഗിലും ഏറ്റവും ലോ ടെമ്പറേച്ചർ റെക്കോർഡ് ചെയ്യുന്നത് ഈവനിങ്ങിലും ആയിരിക്കും. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നേരത്തെ പറഞ്ഞ ഇൻ്റർമീഡിയറ്റ് ഫീവറിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആണ്. അടുത്തത് ഹെക്റ്റിക്കോ സ്വിങ്ങിങ് ഫീവർ ആണ്. ഇവിടെ മോർണിംഗിലെയും ഈവനിങ്ങിലെയും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഏറ്റവും ഹൈ ആയിരിക്കും, നല്ല ഹൈ ആയിരിക്കും മോർണിംഗിലെയും ഈവനിങ്ങിലെയും ടെമ്പറേച്ചറിൻ്റെ വേരിയേഷൻ. അടുത്തത് റിലാപ്സിങ് ഫീവർ ആണെങ്കിൽ ഒരു 2-3 ദിവസം നോർമൽ ടെമ്പറേച്ചർ ആയിരിക്കും, അതിനുശേഷം ചെറുതായിട്ടൊന്ന് ടെമ്പറേച്ചർ റൈസ് ആകുന്നു, വീണ്ടും ഇത് നോർമലിലോട്ട് മാറുന്നു. ഇതിനെയാണ് റിലാപ്സിങ് ഫീവർ എന്ന് പറയുന്നത്. ഇനി അടുത്തത് റൈഗർ ആണ്. റൈഗർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഷിവറിങ് ഉണ്ടായിരിക്കും, ഹൈപ്പർ പൈറക്സി, അതായത് ടെമ്പറേച്ചർ ഒരുപാട് കൂടുമ്പോഴത്തേക്ക് ഷിവറിങ് ഉണ്ടാകുന്നതിനെയാണ് റൈഗർ എന്ന് പറയുന്നത്. മലേറിയ കേസുകളിലാണ് കൂടുതലും റൈഗർ ടൈപ്പ് ഫീവർ കണ്ടുവരുന്നത്. ഇനി ലോ പൈറക്സിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ടെമ്പറേച്ചർ 99 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 100 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ഉള്ളതാണ് ലോ പൈറക്സിയ. മോഡറേറ്റ് പൈറക്സിയ ആകുമ്പോൾ ടെമ്പറേച്ചർ 100 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 103 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ ആകാം. ഇനി ഹൈ പൈറക്സിയ എന്ന് പറയുമ്പോഴത്തേക്ക് ടെമ്പറേച്ചർ 103 ഡിഗ്രി ഫാരൻഹീറ്റ് ടു 105 ഡിഗ്രി ഫാരൻഹീറ്റ് വരെ റൈസ് ചെയ്യാം. എപ്പോഴാണോ ടെമ്പറേച്ചർ 105 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളും റൈസ് ചെയ്യുന്നത് ആ ഒരു കണ്ടീഷനെ ഹൈപ്പർ പൈറക്സിയ എന്നും പറയുന്നുണ്ട്. ഇനി ഇത് ഇത്രയുമാണ് ടൈപ്സ് ഓഫ് ഫീവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇനി ഹൈപ്പോതെർമിയ ഉണ്ട്. ഹൈപ്പോതെർമിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴാണോ ടെമ്പറേച്ചർ നോർമലിൽ നിന്നും ഫോൾ ആകുന്നത് അതാണ് ഹൈപ്പോതെർമിയ. അതായത് 95 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളുമോ 35 ഡിഗ്രി സെൽഷ്യസിനേക്കാളും എപ്പോഴാണോ ടെമ്പറേച്ചർ കുറയുന്നത് അതാണ് ഹൈപ്പോതെർമിയ. ഇനി ഹൈപ്പർ തെർമിയ ആകുമ്പോൾ എപ്പോഴാണോ ടെമ്പറേച്ചർ 105 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാൾ റൈസ് ആകുന്നത് അതാണ് ഹൈപ്പർ തെർമിയ. അപ്പോൾ ഇത് ഇത്രയാണ് ടൈപ്സ് ഓഫ് ഫീവറിൽ വരുന്നത്. ഇനി അടുത്തത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് നഴ്സിംഗ് കെയർ ഇൻ ഫീവർ ആണ്. ഏറ്റവും മോസ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്റ്റ് റെഗുലേഷൻ ഓഫ് ദ ബോഡി ടെമ്പറേച്ചർ ആണ്. അതായത് റൈസ്ഡ് ആയിട്ടുള്ള ആ ടെമ്പറേച്ചറിനെ നമുക്ക് എങ്ങനെ നോർമൽ ടെമ്പറേച്ചറിലോട്ട് കൊണ്ടുവരാം എന്നുള്ളതാണ്. അപ്പോൾ അതിന് നഴ്സസിന് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അതായത് മെഡിക്കേഷൻ കൊടുക്കാണ്ട് നമുക്ക് നഴ്സസിന് തന്നെ റെഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് വൺ, എക്സ്പോഷർ ടു കൂൾ ബൈ ആൻ ഇലക്ട്രിക് ഫാൻ. നമുക്ക് കൂളായിട്ടുള്ള ഇലക്ട്രിക് ഫാൻ പ്രൊവൈഡ് ചെയ്തിട്ട് പേഷ്യൻറ്റ് ടെമ്പറേച്ചർ കുറയ്ക്കാവുന്നതാണ്. അതുപോലെ തന്നെ നമുക്ക് പേഷ്യൻറ്റിന് കൂൾ ഡ്രിങ്ക്സ് ഓഫർ ചെയ്യാവുന്നതാണ്. കോൾഡ് ബാത്ത് കൊടുക്കാം, കോൾഡ് സ്പഞ്ച് കൊടുക്കാം, കോൾഡ് പാക്സ് കൊടുക്കാം. അതുപോലെ തന്നെ വെൽ വെൻറ്റിലേറ്റഡ് റൂം നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. അതുപോലെ തന്നെ പേഷ്യൻറ്റിന് ഷിവറിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ ബ്ലാങ്കറ്റ്സ് അല്ലെങ്കിൽ മാട്രസ് നമുക്ക് പ്രൊവൈഡ് ചെയ്യാം. പിന്നെ ഐസ് കോൾഡ് ലാവേജസോ അല്ലെങ്കിൽ എനിമയൊക്കെയോ കൊടുത്തിട്ട് നമുക്ക് പേഷ്യൻറ്റിൻ്റെ ടെമ്പറേച്ചർ ഒന്ന് റെഡ്യൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് എപ്പോഴും പേഷ്യൻറ്റിൻ്റെ ലൈക്സ് ആൻഡ് ഡിസ്ലൈക്സ് അസസ് ചെയ്തിട്ട് വേണം നമ്മൾ ആ ഒരു ഡയറ്റ് പ്ലാൻ ചെയ്യാനായിട്ട്. അവരുടെ ഇഷ്ടമുള്ള ഫുഡ് കഴിക്കാനായിട്ട് അവരെ അനുവദിക്കുക. മാത്രമല്ല ഡിസ്ലൈക്ഡ് ആയിട്ടുള്ള ഫുഡ് കഴിക്കാനായിട്ട് ഒരിക്കലും നമ്മൾ അവരെ കമ്പൽ ചെയ്യാനായിട്ട് പാടില്ല. പിന്നെ നമ്മൾ എപ്പോഴും കൊടുക്കുന്ന ഡയറ്റ് അട്രാക്റ്റീവ് മാനറിൽ വേണം സെർവ് ചെയ്യാനായിട്ട്. മാത്രമല്ല സ്മോൾ ആൻഡ് ഫ്രീക്വൻറ്റ് ഡയറ്റ് വേണം പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. യൂഷ്വലി ഒരു 3 മീൽസ് നമ്മൾ കഴിക്കുന്നുണ്ടെങ്കിൽ അതിന് 6 to 7 ആയിട്ട് ഡിവൈഡ് ചെയ്തിട്ട് ഒരു സ്മോൾ ഇൻ്റർവെല്ലിൽ വേണം പേഷ്യൻസിനത് പ്രൊവൈഡ് ചെയ്യാനായിട്ട്. നെക്സ്റ്റ് നമ്മൾ നോക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊവൈഡിങ് റെസ്റ്റ് ആൻഡ് സ്ലീപ്പ്. ഫീവറുള്ള പേഷ്യൻറ്റിന് നമ്മൾ കമ്പൽസറി റെസ്റ്റ് പ്രൊവൈഡ് ചെയ്യണം. അങ്ങനെയുള്ളൊരു സാഹചര്യത്തിൽ നമ്മളൊരു കാം എൻവയോൺമെൻറ്റ് എപ്പോഴും അവർക്ക് വേണ്ടിയിട്ട് പ്രൊവൈഡ് ചെയ്യണം. അതായത് വിത്തൗട്ട് ബ്രൈറ്റ് ലൈറ്റ്സ് ആൻഡ് ഗ്ലെയേഴ്സ്. മാത്രമല്ല അവരുടെ ഗാർമെൻറ്റ്സിൽ നമ്മൾ എപ്പോഴും ശ്രദ്ധയുണ്ടായിരിക്കണം. ലൂസ് ഗാർമെൻറ്റ്സ് ആയിരിക്കണം, ഒരുപാട് ടൈറ്റ് ആയിട്ടുള്ള ഗാർമെൻറ്റ്സ് യൂസ് ചെയ്യാൻ പാടില്ല. മാത്രമല്ല എപ്പോഴും പ്രിഫേർഡ് ആയിട്ടുള്ളത് കോട്ടൺ ഗാർമെൻറ്റ്സ് ആണ്. കാര്യം ഹെവി സ്വെറ്റിംഗ് ഉണ്ടായിരിക്കുന്ന സമയത്ത് ഇവാപ്പറേഷനും അബ്സോർപ്ഷനും കോട്ടൺ ഗാർമെൻറ്റ്സ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ നോക്കുന്നതാണ് മെയിൻ്റനൻസ് ഓഫ് പേഴ്സണൽ ഹൈജീൻ. അതായത് ഒരുപാട് ദിവസങ്ങളായി ഫീവർ ഉള്ളൊരു പേഷ്യൻറ്റിന് ഓറൽ കെയറിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ടതായിട്ടുണ്ട്. ബിക്കോസ് അവർക്ക് ക്രാക്ക്ഡ് ലിപ്സും അതുപോലെ തന്നെ കോട്ടഡ് ടങ്കും പ്രസൻ്റ് ആയിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരു 4th hourly ഓറൽ കെയർ കൊടുക്കേണ്ടതിൻ്റെ ആവശ്യകതയുണ്ട്. അഥവാ നമുക്കത് കൊടുക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ പിന്നീട് അത് പാരോട്ടൈറ്റിസ് അല്ലെങ്കിൽ ക്രസ്റ്റ് സോഡസ് പോലുള്ള ഓറൽ കോംപ്ലിക്കേഷൻസിലോട്ട് ലീഡ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. മാത്രമല്ല നമ്മൾ ഓറൽ കെയർ കൊടുക്കുന്ന സമയത്ത് ലിപ്സിൽ ഏതെങ്കിലും ഒരു ഇമോളിയൻ്റ് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ അത് ക്രാക്ക്ഡ് ലിപ്സിനെ പ്രിവെൻറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഓറൽ കെയർ പോലെ തന്നെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് സ്കിൻ കെയർ. നമ്മൾ ഡെയിലി സ്പഞ്ച് ബാത്ത് എന്തായാലും പേഷ്യൻറ്റിന് കൊടുക്കണം. മാത്രമല്ല പേഷ്യൻറ്റിന് പ്രൊഫ്യൂസ് സ്വെറ്റിങ് അല്ലെങ്കിൽ എക്സസീവ് സ്വെറ്റിങ് പ്രസൻ്റ് ആണെങ്കിൽ ഒരു ഫ്രീക്വൻ്റ്ലി നമ്മൾ അതിനനുസരിച്ചിട്ട് ഒരു സ്പഞ്ച് ബാത്തിൻ്റെ ഇൻ്റർവെല്ലിൽ ക്രമീകരിക്കേണ്ടതുണ്ട്. മാത്രമല്ല നമ്മൾ സ്കിൻ കെയർ കൊടുക്കുന്ന സമയത്ത് പ്രഷർ പോയിൻറ്റ്സിൽ സ്പെഷ്യൽ അറ്റൻഷൻ കൊടുക്കേണ്ട കാര്യമുണ്ട്. ഇതുവഴി നമുക്ക് ബെഡ് സോറും പ്രിവെൻറ്റ് ചെയ്യാനായിട്ട് സഹായിക്കും.
ബാക്ക് കെയർ നമ്മൾ കൊടുക്കുമ്പോഴത്തേക്ക് എവറി 4th അവർലി ബാക്ക് കെയർ നമ്മൾ മസ്റ്റായിട്ടും പേഷ്യൻറ്റിന് പ്രൊവൈഡ് ചെയ്യേണ്ടതുണ്ട്. മാത്രമല്ല ടെമ്പറേച്ചർ റൈസ്ഡ് ആണെങ്കിൽ നമ്മൾ പേഷ്യൻറ്റിന് പ്രിഫർ ചെയ്യുന്നത് കോൾഡ് സ്പഞ്ചും ആയിരിക്കും. ഇനി നമ്മൾ അടുത്തത് നോക്കുന്നത് സേഫ്റ്റി ഫാക്ടറാണ്. ഹൈ ടെമ്പറേച്ചറുള്ള ഒരു പേഷ്യൻറ്റിന് ഒരിക്കലും നമ്മൾ ഒറ്റയ്ക്കൊരു സ്ഥലത്തിരുത്തിയിട്ട് എങ്ങും പോകാനായിട്ട് പാടില്ല. മാത്രമല്ല നഴ്സ് റൈഗറോ അല്ലെങ്കിൽ കൺവൾഷനോ ഒക്കെ വരാനുള്ള സാധ്യത അസസ് ചെയ്തുകൊണ്ട് തന്നെ എപ്പോഴും അതിന് വേണ്ടിയിട്ടുള്ള ആർട്ടിക്കിൾസ് അറേഞ്ച് ചെയ്ത് വെക്കേണ്ടതിൻ്റെ ആവശ്യകതയുമുണ്ട്. പിന്നെ അതുപോലെ തന്നെ ടെമ്പറേച്ചർ എപ്പോഴും 103 ഡിഗ്രി ഫാരൻഹീറ്റിനേക്കാളും കൂടുതലാണെങ്കിൽ നമ്മൾ കോൾഡ് സ്പഞ്ച് കൊടുത്ത് ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് നിൽക്കരുത്. ഉടനെ തന്നെ നമുക്ക് മെഡിക്കേഷൻസ് ആയിട്ടുള്ള പാരസെറ്റമോളോ അല്ലെങ്കിൽ ഡോളോയോ അങ്ങനെ എന്തെങ്കിലും മെഡിക്കേഷൻസും അഡ്മിനിസ്റ്റർ ചെയ്യാവുന്നതാണ്. ഇനി നമ്മൾ അഥവാ എന്തെങ്കിലും കോൾഡ് സ്പഞ്ച് കൊടുക്കുന്നുണ്ടെങ്കിൽ നഴ്സ് എപ്പോഴും സ്കിന്നിൻ്റെ കളർ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. കാര്യം സ്കിൻ ഡിസ്കളറേഷൻ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഇനി വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒബ്സർവേഷൻ ഓഫ് ദ പേഷ്യൻ്റ് ആണ്. നമ്മൾ വിജിലൻ്റ്ലി എപ്പോഴും പേഷ്യൻറ്റിനെ ഒബ്സർവ് ചെയ്തുകൊണ്ടേയിരിക്കണം. പീരിയോഡിക്കലി വൈറ്റൽ സൈൻസ് ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അതിൽ നിന്ന് എന്തെങ്കിലും ഡീവിയേഷൻ ഉണ്ടെങ്കിൽ ഡോക്ടറിനെ ഇൻഫോം ചെയ്യണം. നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാനായിട്ട് എന്തെങ്കിലും കോൾഡ് മെത്തേഡ്സ് അപ്ലൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ എടുക്കുന്നത് എപ്പോഴും റെക്ടൽ മെത്തേഡ് വഴി ആയിരിക്കണം. മാത്രമല്ല ഇൻടേക്ക് ആൻഡ് ഔട്ട്പുട്ട് ചാർട്ട് എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യണം. അത് റെക്കോർഡ് ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും വേണം. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ഫീവറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ. എന്താണ് ഫീവർ, അതിൻ്റെ കോസസ് എന്താണ്, ഫേസസ് എന്താണ്, ടൈപ്സ് എന്താണ്, ആൻഡ് നഴ്സിംഗ് കെയർ ഓഫ് പേഷ്യൻ്റ് വിത്ത് ഫീവറാണ് ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. അപ്പോൾ ഇന്നത്തെ ഈ എപ്പിസോഡ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. ഇതുവരെയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഇനിയും എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ദയവ് ചെയ്തത് കമൻറ്റ് ബോക്സിൽ മെൻഷൻ ചെയ്യേണ്ടതാണ്. മാത്രമല്ല അടുത്ത എപ്പിസോഡിൽ നമുക്ക് ഈ വൈറ്റൽ സയൻസിൽ ടെമ്പറേച്ചറിൻ്റെ മൾട്ടിപ്പിൾ ചോയ്സസ് ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. അപ്പോൾ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ദയവ് ചെയ്ത് എൻ്റെ അടുത്ത് പറയേണ്ടതാണ്. ഓക്കെ, ബൈ, ടേക്ക് കെയർ. അടുത്ത വീഡിയോ ആയിട്ട് നമുക്ക് അടുത്ത ആഴ്ച കാണാം.